നമസ്കാരം, എൻ്റെ പേര് ജോബി. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം റേഡിയോ ചാനലായ മലയാളം FM 104.6 അവരുടെ 2ാം വാർഷികത്തിന് അവതരിപ്പിക്കുന്ന മോഹനം 2026 എന്ന ഈവന്റിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയാൻ വേണ്ടിയാണ്. മലയാളം FM റേഡിയോ ചാനലിനെ പറ്റി എനിക്ക് പറയാനുള്ള അതിന്റെ തുടക്കം മുതൽ അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമായതിന്റെ ഒരു വെളിച്ചത്തില് വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് വളരെ സെൽഫ്ലെസ് ആയിട്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് മലയാളം FM 104.6. നമ്മുടെ ന്യൂസിലൻഡിലുള്ള മലയാളി സമൂഹത്തിന് ഈ ന്യൂസിലൻഡില് അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് വാങ്ങിച്ചു കൊടുക്കാനും അതിനുപരിയായിട്ട് മലയാളം എന്നുള്ള ആ ഒരു ലാംഗ്വേജിനെ പ്രമോട്ട് ചെയ്യാനുള്ള ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ഉദ്ദേശമായിരുന്നു ഈ ഒരു സംരംഭത്തിന് പിന്നില്. തീർച്ചയായിട്ടും അവരുടെ ഈ 2 വർഷ ഡ്യൂറേഷനിൽ അവരുടെ പ്രവർത്തനങ്ങൾ കുറേയേറെ അതിൽ അച്ചീവും ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസരത്തില് അവരുടെ ഈ സന്തോഷ നിമിഷത്തില് എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. അതുപോലെ മോഹനം 2026 നമുക്കറിയാം, ഓക്ലൻഡിലെ തന്നെ ഏറ്റവും സോട്ട് ആഫ്റ്റർ വെന്യൂ ആയ ഡ്യൂട്രോപ്പ് സെന്ററിൽ വെച്ചാണ് ഈ വരുന്ന ഫെബ്രുവരി 21 എല്ലാവരും അതിൽ ഭാഗമാകാൻ ശ്രമിക്കണം. അന്ന് നമുക്ക് ന്യൂസിലൻഡിലെ മലയാളി വനിതകൾക്ക് ഒരു വലിയ വേദി ഒരുക്കുന്നുണ്ട്. മിസ്സസ് കേരള ന്യൂസിലൻഡ് എന്നുള്ള ഒരു സംരംഭത്തോടു കൂടി ഓൾറെഡി അതിന്റെ ഇനീഷ്യൽ റൗണ്ടുകൾ കഴിഞ്ഞു. ഫൈനൽ റൗണ്ടാണ് നമ്മൾ അന്ന് കാണുന്നത്. അതുപോലെ തന്നെ ഓക്ലൻഡിലെ മലയാളി കമ്മ്യൂണിറ്റിയിലെ ഉന്നത പ്രവർത്തനത്തിനുള്ള കമ്മ്യൂണിറ്റി അവാർഡുകളും അവര് നൽകുന്നുണ്ട്. പോരാഞ്ഞിട്ട് നമ്മുടെ പഴയ മലയാള ഗാനങ്ങളുടെ ഒരു ലൈവ് ഓർക്കസ്ട്രയും കൂടെ നമുക്ക് അന്ന് എൻജോയ് ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അതിൽ പങ്കുചേരണം. അതിന് വളരെ തുച്ഛമായ ഒരു വില ഉള്ള ടിക്കറ്റേ ഉള്ളൂ അവർ വെച്ചിട്ടുള്ളൂ, ജസ്റ്റ് കോസ്റ്റ് ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയായിട്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഈ ഒരു ഇവന്റിനെ സപ്പോർട്ട് ചെയ്യാം. എല്ലാവിധ ആശംസകൾ. അതുപോലെ മിസ്സസ് കേരള ന്യൂസിലൻഡിലെ എല്ലാ കണ്ടസ്റ്റന്റിനും എല്ലാവിധ ബെസ്റ്റ് വിഷസ്. ഡു യുവർ ബെസ്റ്റ്. ഞങ്ങളെല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ കാണും. അപ്പം താങ്ക് യു.